എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ രസകരമായ ഒരു കഥ ഇന്ന് പറഞ്ഞു തരാം. യശോദാ മാതാവ് ഉണ്ണിക്കണ്ണനെ ഉരലിൽ കെട്ടിയിട്ട കഥയാണ് നമ്മൾ കണ്ടത്. പിന്നീട് യശോദാ മാതാവ് ഈ വികൃതിക്കുട്ടി കുറച്ചു നേരം അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തൻ്റെ ജോലികൾക്കായി അടുക്കളയിലേക്ക് തന്നെ പോയി. അപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു? ഉരലിൽ കെട്ടിയിട്ട നിലയിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വെണ്ണയെ കഴിച്ചുകൊണ്ടും ആ വെണ്ണയെടുത്ത് ചുറ്റും നിന്നിരുന്ന പൂച്ചകൾക്കും കാക്കകൾക്കും കുരങ്ങന്മാർക്കും ഒക്കെ വീതിച്ചു നൽകി. അങ്ങനെ സന്തോഷമായി നിൽക്കുമ്പോൾ ഭഗവാൻ അങ്ങ് ദൂരെ മുറ്റത്ത് 2 മരുതുമരങ്ങൾ നിൽക്കുന്നത് കാണുകയാണ്. അവ യഥാർത്ഥത്തിൽ മരുതുമരങ്ങളല്ല, കുബേരന്റെ കുട്ടികളായ നളകൂബരനും മണിഗ്രീവനും നാരദ മഹർഷിയുടെ ശാപം കാരണം ഈ മരുതുമരങ്ങളായി ഗോകുലത്തിൽ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. അവരെ നാരദ മഹർഷി എന്തിനാണ് ശപിച്ചത് എന്നുള്ള കഥ പറഞ്ഞു തരാം. കുബേരന്റെ 2 പുത്രന്മാരാണ് നളകൂബരനും മണിഗ്രീവനും. അവർ രണ്ടുപേരും വളരെയധികം സൗന്ദര്യമുള്ളവരായിരുന്നു, നല്ല ബുദ്ധിയുള്ളവരായിരുന്നു. അങ്ങനെ അവർക്ക് കുബേരന്റെ കുട്ടികളായ കാരണം ധനധാന്യ സമൃദ്ധിയും സൗന്ദര്യവും യൗവനവും എല്ലാം ഒത്തുചേർന്നപ്പോൾ വളരെ അഹങ്കാരം വന്നു. ഒരിക്കൽ അവർ കുറെ കൂട്ടുകാരികളുമായി ഗംഗാനദിയിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് നാരദ മഹർഷി അതിലൂടെ കടന്നുപോയി. ആരായാലും നാരദ മഹർഷിയെ കണ്ടാൽ ഉടനെ എഴുന്നേറ്റ് ചെന്ന് നമസ്കരിക്കും. കാരണം ദേവർഷിയാണ് നാരദ മഹർഷി. എപ്പോഴും നാരായണ നാരായണ നാമം ജപിച്ചുകൊണ്ട് എല്ലാ ലോകത്തിലും സഞ്ചരിക്കുന്ന മഹത് വ്യക്തിയാണ് നാരദ മഹർഷി. അദ്ദേഹത്തെ കണ്ടാൽ ആരായാലും നമസ്കരിക്കണം. പക്ഷെ ഇവർ അതിന് കൂട്ടാക്കിയില്ല. അത് കണ്ടപ്പോൾ നാരദ മഹർഷി വിചാരിച്ചു, ഇവർക്ക് സൗന്ദര്യവും യൗവനവും ധനധാന്യ സമൃദ്ധിയും ഉണ്ട്, പക്ഷേ ഭക്തിയില്ല, മര്യാദയില്ല. അപ്പോൾ ഇവർക്ക് ജീവിതത്തിൽ ഉയരണമെങ്കിൽ ബഹുമാനവും ഭക്തിയും എല്ലാം ഉണ്ടാവണം. അതിനായിട്ട് ഇവർക്കൊരു ശാപം കൊടുത്ത് ഇവരെ നേർവഴിക്ക് കൊണ്ടുവരണം എന്ന് വിചാരിച്ച് അവരെ ശപിക്കുകയാണ്. നിങ്ങൾ ഗോകുലത്തിൽ പോയി 2 മരുതുമരങ്ങളായി അനേക വർഷം നിൽക്കണം. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ണിക്കണ്ണനായി ഗോകുലത്തിൽ ബാലലീലകൾ ആടുന്ന സമയത്ത് ശാപമോക്ഷം അദ്ദേഹത്തിൽ നിന്നും ലഭിക്കും എന്ന് അനുഗ്രഹവും കൊടുത്തു. ശാപവും കൊടുത്തു, അനുഗ്രഹവും കൊടുത്തു. അങ്ങനെ കുബേരന്റെ ആ 2 പുത്രന്മാരും ഗോകുലത്തിൽ വന്ന് മരുതുമരങ്ങളായി കാത്തു നിൽക്കുകയാണ്. എപ്പോഴാണോ ഉണ്ണിക്കണ്ണൻ ഗോകുലത്തിൽ വരിക, തങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഉണ്ണിക്കണ്ണൻ അവിടെ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഉണ്ണിക്കണ്ണൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ ഈ മരുതുമരങ്ങളെ കണ്ടപ്പോൾ ഉണ്ണിക്കണ്ണന് മനസ്സിലായി ഇവർക്ക് ശാപമോക്ഷം കൊടുക്കേണ്ട സമയമായി എന്ന്. പക്ഷെയോ ഉണ്ണിക്കണ്ണൻ അങ്ങനെ ഉരലിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് മരത്തിന്റെ അടുത്ത് എത്തുക? ഉണ്ണിക്കണ്ണൻ എന്ത് ചെയ്തു? ഉരലും വലിച്ചുകൊണ്ട് പതുക്കെ ആ മരങ്ങളുടെ അടുത്തേക്ക് നീങ്ങി. മരങ്ങളാണെങ്കിൽ 2 മരവും ചേർന്ന് വളർന്നു വന്നിരിക്കുകയാണ്. അപ്പൊ അതിന്റെ അടിയിലായിട്ടൊരു ദ്വാരം പോലെയുണ്ട്. ഉണ്ണിക്കണ്ണൻ ഈ ഉരലും വലിച്ചുകൊണ്ട് ആ മരങ്ങളുടെ അടുത്തെത്തിയിട്ട് ആ മരത്തിന്റെ അടിയിലുള്ള ദ്വാരത്തിലൂടെ ഉണ്ണിക്കണ്ണൻ നൂഴ്ന്നു കടന്ന് അപ്പുറത്തേക്ക് പോയി. എന്നിട്ട് ഈ ഉരലിനെയും പിടിച്ചു വലിക്കുകയാണ്. അപ്പോൾ ഉരല് വിലങ്ങനെ വന്ന് ആ ദ്വാരത്തിലടഞ്ഞിട്ട് ഉണ്ണിക്കണ്ണൻ വലിച്ചപ്പോൾ ഈ 2 മരങ്ങളും 2 വശത്തേക്കായി കടപുഴങ്ങി വീണു. മരം വീണതും മരത്തിൽ നിന്നും നളകൂബരനും മണിഗ്രീവനും പുറത്തു വന്ന് ഭഗവാനെ നമസ്കരിച്ച് സ്തുതിച്ച് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോയി. അതായത് കുബേരന്റെ അടുത്തേക്ക് പോയി. പിന്നീടാണ് ഈ മരം വീണ ശബ്ദം ഗോകുലത്തിലുള്ളവർ കേൾക്കുന്നത്. ഉടനെ നന്ദഗോപരും മറ്റുള്ളവരും അവിടേക്ക് ഓടി വന്നപ്പോൾ അവർ കണ്ടിട്ട് ആ കാഴ്ച കണ്ടവർ പേടിച്ചുപോയി. വളരെ പഴക്കം ചെന്ന 2 മരങ്ങൾ വിലങ്ങനെ വീണ് കിടക്കുക. അതിൻ്റെ അടിയിലായിട്ട് ഉണ്ണിക്കണ്ണനും ഉണ്ട്. ഉണ്ണിക്കണ്ണനെ ആണെങ്കിൽ ഒരലിൽ കെട്ടിയിട്ടിട്ടുമുണ്ട്. നന്ദഗോപർ യശോദാ മാതാവിനെ ഒന്ന് നോക്കി. എപ്പോഴും അപകടം വരുന്ന ഈ കുട്ടീനെ എങ്ങനെയൊക്കെ ചെയ്യാവോ എന്നുള്ള അർത്ഥത്തിലാണ് നോക്കിയത്. പക്ഷെ വേറെ ഒന്നും പറഞ്ഞില്ല. യശോദാ മാതാവ് ഓടി വന്ന് ഉണ്ണിക്കണ്ണനെ എടുത്ത് തൻ്റെ മടിയിലിരുത്തി വേഗം എല്ലാവരും വന്ന് ഉണ്ണിക്കണ്ണനെ രക്ഷകളൊക്കെ ചെയ്ത് എല്ലാവരും ആശ്വസിച്ചു.
സാക്ഷാൽ മഹാവിഷ്ണു തൻ്റെ ഉണ്ണിയെ കാത്തു എന്ന് പറഞ്ഞ എല്ലാവരും ഭഗവാന് നന്ദി പറഞ്ഞുകൊണ്ട് ഉണ്ണിയും എടുത്തിട്ട് വീട്ടിലേക്ക് പോയി. ഉണ്ണിക്കണ്ണൻ്റെ രസകരമായ അടുത്ത കഥ അടുത്ത വീഡിയോയിൽ പറയാം. ഈ കഥകൾ കേൾക്കാനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ. എൻ്റെ പേര് ലളിതാംബിക വിശ്വനാഥൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു.